അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം രണ്ടാമത്തെ പാർട്ട്, അതിൽ 14ാമത്തെ പാഠത്തിന്റെ തദ്രീബാത്താണ് നോക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഇതിനു മുമ്പെടുത്ത ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഒന്നാമത്തെ പാർട്ടിലെ വീഡിയോസ് കൂട്ടുകാർക്ക് വേണമെങ്കിൽ ഈ വീഡിയോന്റെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തുള്ള എൻ്റെ പ്രൊഫൈൽ ഐക്കണിൽ ഒന്ന് ടച്ച് ചെയ്യുക. പ്രൊഫൈൽ ഐക്കണിൽ ടച്ച് ചെയ്താൽ കൂട്ടുകാർക്ക് ചാനലിൽ പോവാൻ സാധിക്കും. ചാനലിൽ പോയതിനു ശേഷം പ്ലേലിസ്റ്റ് എടുക്കുക. എടുത്തതിന് ശേഷം ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. നോക്കിയാൽ ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം എന്ന പ്ലേലിസ്റ്റ് ഉണ്ടാകും. ആ പ്ലേലിസ്റ്റിൽ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ എടുത്ത ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഒന്നാമത്തെ പാർട്ടിലെ വീഡിയോസ് കൂട്ടുകാർക്ക് ലഭ്യമാകും. ഈ പ്ലേലിസ്റ്റിൽ തന്നെ ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം രണ്ടാമത്തെ പാർട്ടിലെ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിൽ ആവശ്യമുള്ള പാഠത്തിന്റെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് എടുത്തു നോക്കാം. നമുക്കിനി ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. കൂട്ടുകാർ ഈ പാഠം നല്ലോണം വായിച്ച് മനസ്സിലാക്കണം. അദ്ദർസുർ റാബിഉ അശർ, 14ാമത്തെ പാഠം, ലാ തുൽഖു ബിഐദീകും ഇലത്തഹ്ലുക. ഈ പാഠത്തിൽ നാം പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചും അതിന് ഇസ്ലാം എത്ര വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ചുമാണ് പഠിക്കുന്നത്. കൂട്ടുകാർ നല്ലോണം ഈ പാഠം വായിച്ചു മനസ്സിലാക്കുക. ഈ പാഠത്തിന്റെ അവസാനം നമുക്കൊരു ബോക്സ് ഉണ്ട്. ഇത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഫീ കുല്ലി റത്ബിൻ സ്വദഖ. ഇതിന്റെ അർത്ഥം എല്ലാ ജീവിയിലും ധർമ്മമുണ്ട്. എല്ലാവരും തദ്രീബാത്ത് എടുത്തില്ലേ? തദ്രീബാത്തിൽ ആദ്യം നഖ്റ വ നഫ്ഹം. ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ച് മനസ്സിലാക്കണം. തഹ്ലുക നാശം, ജനാഹ് ചിറക്, ദാബത്ത് ജീവി, ജമീഉ മുഴുവൻ, മാ വെള്ളം, തുറാബ് മണ്ണ്, ഇമാതത്ത് നീക്കം ചെയ്യൽ, ഖലഖ സൃഷ്ടിച്ചു, ത്വരീഖ് വഴി, ജവ്വുൻ അന്തരീക്ഷം, അഷ്ജാർ മരങ്ങൾ, ബീഅത്ത് പ്രകൃതി, തഷ്ജീർ മരം നടൽ, ഹയവാനാത്ത് ജീവികൾ, സറഗ കൃഷി ചെയ്തു, ഗറസ നട്ടുപിടിപ്പിച്ചു, ത്വയ്റുൻ പക്ഷി, ബഹീമ കാലികൾ. ഇനി അടുത്തത് നോക്കൂ, നുതർജിം. ഇവിടെ അറബിയിൽ കൊടുത്തത് നമ്മുടെ ഭാഷയിൽ എഴുതണം. 1. മാ മിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസൻ ഔ യസ്റഉ സർഅൻ ഫയഅകുലു മിൻഹു ത്വയ്റുൻ ഔ ഇൻസാനുൻ ഔ ബഹീമത്തുൻ ഇല്ലാ കാന ലഹു സദഖതൻ. ഇതിന്റെ അർത്ഥം, ഒരു മുസ്ലിം ചെടി നട്ടു അല്ലെങ്കിൽ കൃഷി ചെയ്തു, അതിൽ നിന്ന് പക്ഷികളോ മനുഷ്യരോ മൃഗങ്ങളോ ഭക്ഷിക്കാൻ ഇടയായി, എന്നാൽ അത് അവന് സ്വതക്കയായി തീരും. ഇനി രണ്ടാമത്തത്, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി വലാ ത്വാഇരിൻ യതീരു ബിജനാഹൈഹി ഇല്ലാ ഉമമുൻ അംസാലുക്കും. ഇതിന്റെ അർത്ഥം, ഭൂമിയിൽ ജീവജാലങ്ങളും ചിറകുകൾ ഉപയോഗിച്ച് പറക്കുന്ന പക്ഷികളും നിങ്ങളെപ്പോലെയുള്ള സമൂഹങ്ങൾ തന്നെയാണ്. ഇനി മൂന്നാമത്തത്, ഹുവല്ലദി ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ. ഇതിന്റെ അർത്ഥം, ഭൂമിയിലുള്ളവയെല്ലാം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചത് അവനാണ്. അടുത്ത പേജ് നോക്കൂ, 4ാമത്തത്,
ഇമാത്തത്തുൽ അദാ അനിത്വരീക്കി മിനൽ ഈമാൻ. അർത്ഥം, വഴിയിൽ നിന്ന് തടസ്സങ്ങൾ നീക്കൽ ഈമാനിന്റെ ഭാഗമാണ്. ഇനി 5, വലാ തുബദ്ദിർ തബ്ദീറൻ. അഞ്ചാമത്തത്, വലാ തുബദ്ദിർ തബ്ദീറാ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാത്തീൻ. ഇതിന്റെ അർത്ഥം, നീ ദൂർത്തടിക്കരുത്, ദൂർത്തടിക്കുന്നവർ പിശാചുക്കളുടെ സഹോദരന്മാരാണ്. ഇനി അടുത്തത്, നുതർജിമു ഇലൽ അറബിയ്യ. ഇവിടെ കൊടുത്തിരിക്കുന്നത് അറബിയിൽ പരിഭാഷപ്പെടുത്തണം. 1, പിശാജ് തൻ്റെ നാഥനോട് നന്ദിക്കേട് കാട്ടിയവനാണ്. ഇതിൻ്റെ അറബി വക്കാന ശൈത്താനു ലിറബ്ബിഹി കഫൂറാ. 2, ദൂർത്തടിക്കുന്നവർ പിശാചുക്കളുടെ സഹോദരന്മാരാണ്. ഇതിൻ്റെ അറബി ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാനശ് ശയാത്തീൻ. കാനു ഇഖ്വാനശ് ശയാത്തീൻ. ഇനി 3, നിങ്ങൾ സ്വയം നശിക്കരുത്. ഇതിൻ്റെ അർത്ഥം, ലാ തുൽഖു ബി ഐദീകും ഇലത് തഹ്ലുക. 4, പരിസ്ഥിതി, അതായത് ബീഅത്ത്, അറബിയിൽ ബീഅത്ത്. ഇനി അടുത്തത്, നക്തുബു ഫിഖറ, പാരഗ്രാഫ് തയ്യാറാക്കണം. പരിസ്ഥിതി സംരക്ഷണത്തിന് ഇസ്ലാം നൽകിയ പ്രാധാന്യം എന്നതിനെക്കുറിച്ച് ഒരു ഖണ്ഡിക തയ്യാറാക്കണം. അപ്പം നമുക്ക് തയ്യാറാക്കാം. തണൽ മരങ്ങളും ഫലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിക്കൽ സുന്നത്താണ്. പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി പല നിർദ്ദേശങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, വഴിയിൽ നിന്ന് തടസ്സങ്ങൾ നീക്കൽ ഈമാനിൻ്റെ ഭാഗമാണ്. ജലാശയങ്ങളിലും ഫലവൃക്ഷങ്ങളുടെ ചുവട്ടിലും മാളത്തിലും ഭക്ഷ്യവസ്തുക്കളിലും വിസർജനം ചെയ്യരുത്, അവ മലിനമാക്കരുത്. ഇനി അടുത്ത പേജ് നോക്കൂ. 2, കൃഷിയുടെ പ്രാധാന്യം. കൃഷിയിൽ നിന്ന് ജീവജാലങ്ങൾ ഭക്ഷിക്കുന്നതിന് കർഷകന് പ്രതിഫലം ലഭിക്കും. ജീവജാലങ്ങൾക്ക് വെള്ളം നൽകുന്നതും ഭക്ഷണം നൽകുന്നതും പ്രതിഫലാർഹമാണ്. അനാവശ്യമായി മരങ്ങൾ മുറിക്കരുത്, കാട് നശിപ്പിക്കരുത്. ഒരു മുസ്ലിം ചെടി നട്ടു അല്ലെങ്കിൽ കൃഷി ചെയ്തു, അതിൽ നിന്ന് പക്ഷികളോ മനുഷ്യരോ മൃഗങ്ങളോ ഭക്ഷിക്കാനിടയായാൽ അത് അവന് സ്വതക്കയായിത്തീരും. ഇനി 3, ജീവജാലങ്ങളുടെ അവകാശങ്ങൾ. ജലക്ഷാമം നേരിടുമ്പോൾ ശുദ്ധീകരണം പോലെയുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ച് മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും കുടിവെള്ളം നൽകണം. ഭൂമിയിൽ ജീവജാലങ്ങളും ചിറകുകൾ ഉപയോഗിച്ചു പറക്കുന്ന പക്ഷികളും നിങ്ങളെപ്പോലെയുള്ള സമൂഹങ്ങൾ തന്നെയാണെന്ന് ഖുർആൻ പറയുന്നു. മനുഷ്യർ പരസ്പരം പരിഗണിക്കുന്നതുപോലെ ജീവജാലങ്ങളെയും പരിഗണിക്കണമെന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തത്, നുഇദ്ദു അസ്ഇലതൻ മിനൻ നസ്സി മഅ അജ്വിബതിഹാ. ഈ പാഠത്തിൽ നിന്ന് 10 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും തയ്യാറാക്കാനുള്ളതാണ്. ഈ പാഠത്തിൽ നിന്ന് 15 ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള 10 ചോദ്യങ്ങളും അവയുടെ ഉത്തരവും എഴുതാം. ബാക്കിയുള്ളതെല്ലാം പഠിക്കുക. 1 ചോദ്യം, ഉമർ റളിയല്ലാഹു അൻഹു ദുഃഖിതനായി. കാരണമെന്ത്? ഉത്തരം, രാജ്യത്ത് ജറാദുകളുടെ എണ്ണം വളരെ കുറഞ്ഞു. മദീനയുടെ പ്രാന്തപ്രദേശത്തുള്ള കൃഷിയിടങ്ങളിലൊന്നും വെട്ടിക്കിളിയെ കാണാനില്ലാത്തതിനാൽ. ഇനി 2 ചോദ്യം, ഭൂമിയിലെ ജീവജാലങ്ങളിൽ ആദ്യം നശിക്കുന്നത് എന്താണ്? ഉത്തരം, വെട്ടിക്കിളികൾ. 3, യമനിലേക്ക് അയച്ചവർ എന്തുമായാണ് തിരിച്ചു വന്നത്? 3 ചോദ്യം, യമനിലേക്ക് അയച്ചവർ എന്തുമായാണ് തിരിച്ചു വന്നത്? ഉത്തരം, കുറെ ജറാദുകളുമായാണ് തിരിച്ചു വന്നത്. ഇനി 4 ചോദ്യം, നമ്മുടെ പരിസ്ഥിതി ഏതാണ്? ഉത്തരം, നാം താമസിക്കുന്ന പരിസരമാണ്. 5 ചോദ്യം,
പ്രകൃതിയുടെ അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം മണ്ണും വെള്ളവും വായുവും. ആറാമത്തെ ചോദ്യം പരിസ്ഥിതിയുടെ ഭാഗമാണ് എന്തെല്ലാം? ഉത്തരം കുന്നും മലയും കാടും താഴ്വരയും തോട്ടങ്ങളും വയലുകളും കടലും പുഴയും. ഏഴാമത്തെ ചോദ്യം പ്രകൃതിയെ ഒരുക്കിയതും ജീവജാലങ്ങളെ സൃഷ്ടിച്ചതും ആര്? ഉത്തരം അല്ലാഹു തആല. എട്ടാമത്തെ ചോദ്യം അല്ലാഹു ഇവയെല്ലാം സൃഷ്ടിച്ചത് ആർക്ക് വേണ്ടിയാണ്? ഉത്തരം മനുഷ്യർക്ക് വേണ്ടിയാണ്. 9 സത്യവിശ്വാസിയുടെ കടമയാണ് എന്ത്? ഉത്തരം പ്രകൃതിയെ സംരക്ഷിക്കൽ. 10 മണ്ണിനെയും ജലസ്രോതസ്സുകളെയും നശിപ്പിക്കുന്നത് എന്താണ്? ഉത്തരം കീടനാശിനികളുടെയും രാസവസ്തുക്കളുടെയും അമിതമായ ഉപയോഗം. 11 പരിസ്ഥിതിയുടെ നാശത്തിന് ഇടയാക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏത്? ഉത്തരം ധൂർത്ത്. 11 ധൂർത്ത് എന്നാൽ എന്ത്? ഉത്തരം ആവശ്യത്തിലധികവും തൻ്റെ കഴിവിൻ്റെ പരിധിയിലപ്പുറവും ഹറാമായ കാര്യങ്ങൾക്കും പൊങ്ങച്ചത്തിനു വേണ്ടിയും ചെലവഴിക്കുന്നതാണ് ധൂർത്ത്. 12ാമത്തെ ചോദ്യം പിശാചുക്കളുടെ സഹോദരന്മാരാണ് ആര്? ഉത്തരം ധൂർത്തടിക്കുന്നവർ. 13 ആരാണ് തൻ്റെ രക്ഷിതാവിനോട് നന്ദികേട് കാട്ടിയത്? ഉത്തരം പിശാച്. 14 അല്ലാഹുവും റസൂലും വെറുക്കുന്ന സ്വഭാവമേത്? ഉത്തരം ധൂർത്ത്. അവസാനത്തെ ചോദ്യം തണൽ മരങ്ങളും ഫലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിക്കുന്നതിൻ്റെ വിധി എന്ത്? ഉത്തരം സുന്നത്ത്. ഇനി അവസാനം നോക്കൂ, തഹ്സീസിൽ പരിസ്ഥിതി സംരക്ഷണത്തിന് ഒരു പദ്ധതി തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അപ്പം നമുക്ക് ഒരു പദ്ധതി തയ്യാറാക്കാം. പരിസ്ഥിതി സംരക്ഷണത്തിനായി വിദ്യാർത്ഥികൾ താഴെ പറയുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. മദ്രസകളിലും സ്കൂളുകളിലും പരിസ്ഥിതി ക്ലബ്ബുകൾ സ്ഥാപിച്ച് വിദ്യാർത്ഥികളിൽ പാരിസ്ഥിതിക അവബോധവും പരിസ്ഥിതി സംരക്ഷണത്തിന് ആവശ്യമായ ജാഗ്രതയും വളർത്തി പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ ഫലപ്രദമായി ഇടപെടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ഭൂമിത്രസേന എന്ന പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. 2 പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ ചെടികൾ നടുകയും അവ പരിപാലിക്കുകയും ചെയ്യൽ ആവശ്യമാണ്. 3 പദ്ധതിയുടെ ഭാഗമായി മദ്രസയും പരിസരവും വൃത്തിയാക്കുകയും ചെടികൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്യുക. 4 കുടിവെള്ളം ഉപയോഗിക്കുന്ന കിണറും പരിസരവും മലിനമുക്തമാക്കാൻ പദ്ധതി ഉദ്ദേശിക്കുന്നുണ്ട്. 5 അനാവശ്യ വസ്തുക്കൾ വലിച്ചെറിയാതെ ബക്കറ്റിൽ ഇടുകയും അവ പരിസ്ഥിതി മലിനമാക്കാത്ത രീതിയിൽ നശിപ്പിക്കാനും പദ്ധതി ഉദ്ദേശിക്കുന്നു. ഇതോടെ ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് കഴിഞ്ഞു. കൂട്ടുകാർക്ക് ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.